വലിയ സന്തോഷ തൊസി ആ തൊസി കൊണ്ടിട്ട് നമുക്ക് സ്വർഗത്തിൽ എത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതേ ടൈമിലോ കൊറിയാൽമാരെ തൊട്ടേക്ക് പിടിച്ച് കേന്ദ്രമൊന്നുണ്ട നെബിത്തങ്ങളെ പെറ്റ നാളുണ്ട് നെബിത്തങ്ങ സന്തോല പെറ്റ ഒരു ക്വസ്റ്റ്യൻ നോട്ടാക്കൂ. നെബിത്തങ്ങളെ പെറ്റ നാളുണ്ട് നെബിത്തങ്ങ സന്തോല പെറ്റ ഒന്ന്. നെബിത്തങ്ങ പെറ്റ നാളുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോല പെറ്റ രണ്ട്. നബിത്തങ്ങ പെറ്റ നാളുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സന്തോല പെറ്റ മൂന്ന്. നബിത്തങ്ങ പെറ്റ നാളുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സന്തോല പെറ്റ നാല്. നബിത്തങ്ങനെ പെറ്റ നാളുണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സന്തോല പെറ്റ അഞ്ച്. നബിത്തങ്ങനെ പെറ്റ നാളുണ്ട് ആയിഷ ബീവി സന്തോല പെറ്റ ആറ്. നബിത്തങ്ങനെ പെറ്റ നാളുണ്ട് ഫാത്തിമ ബീവി സന്തോല പെറ്റ. ഇന്നോക്കോ നാ ഒരു വിഷയത്തിലുണ്ട് ഏത് വിഷയവും നബിത്തങ്ങ ആക്കിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആക്കിയത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആക്കിയത് ഫാത്തിമ ബീവി ആക്കിയത് ആയിഷ ബീവി ആക്കിയത് അത് നോക്കിട്ടായിട്ടിക്കടി ഞങ്ങളെ റായത്തിൽ ഇത് ചൊല്ലി ആൾമാരെ സ്വറ എടുത്തുകൊണ്ടുണ്ടായെങ്കിൽ അങ്ങ് ഓർക്കും ഫ്ലൈറ്റിന് പത്തൊക്കെ തീരാം. ഫ്ലൈറ്റിന് പത്തൊക്കെ തീരാം. എയർപോർട്ടിൽ വന്ന് കൊടുക്കുകയാണ്. കാരണം എന്നെ കൊണ്ടുണ്ടാ നബിത്തങ്ങ ഫ്ലൈറ്റിಗೆ ಬರ್ತೀರಾ സൗദി എയർലൈൻസ് നബിത്തങ്ങ ಬರ್ತೀರಾ. ഇത് ചോറുന്നൂടെ അവന്റെ ബുദ്ധിയിൽ നാ ചൊന്നോട്ടുള്ളൂ. അവ വേറെ തിന്നോണ്ടല്ല ചോറുന്നൂടെ ബുദ്ധിയിൽ അവന്റെ ചൊന്നോട്ടുള്ളൂ. ഇത് ചൊന്നത് ബേജാറായിട്ടുണ്ട്. ടോപ്പിക് അതായതുകൊണ്ട് നാനോട് ചൊന്നോട്ടില്ലേ. നബിത്തങ്ങ ഫ്ലൈറ്റിಗೆ ಬರ್ತೀರಾ സൗദി എയർലൈൻസ് മലേഷ്യൻ എയർലൈൻസ് എമിറേറ്റ്സ് നബിത്തങ്ങ ಬರ್ತೀರಾ ഫ്ലൈറ്റിಗೆ ಬರ್ತೀರಾ വേണ്ട. നബിത്തങ്ങ ബസ്സിന് ಬರ್ತೀರಾ. ഫ്ലൈറ്റ് ഉണ്ടാകുമ്പോൾ കുറേ ആൾമാർ മാത്രമല്ലേ ചെറുതപ്പെടെ. ബസ് ഉണ്ടാകുമ്പോൾ എല്ലാ ആൾമാരും സിറ്റി ബസ്സും ഉണ്ട് ബാക്കി ബസ്സും ഉണ്ട്. ബസ്സല്ലേ ബസ്സിന് അല്ലാ നബിത്തങ്ങ ബസ്സിന് ಬರ್ತೀರಾ വേണ്ട. നാമൊന്ന് കേൾക്കട്ട. ഇത് ചൊല്ലവണു സിറ്റി സെന്ററിൽ പോണ്ടില്ലേ ഫോറം മാളിൽ പോണ്ടില്ലേ. അവിടെ എന്തിനധികം ചൊല്ലേ സുബ്ഹാനല്ലാഹ് കാല് വെച്ചിങ്ങനെ പോയോണ്ടിക്കിട് കാല് വെച്ചിങ്ങനെ പോയോണ്ടിക്കല്. ഇപ്പുറത്ത് സ്റ്റെപ്പുണ്ടോ സ്റ്റെപ്പിനോട് പോകാവില്ല. ഇങ്ങനെ കാല് വെച്ചിങ്ങനെ പോയോണ്ടിക്കട്. അധികം പത്തത് തീറ ആ സ്റ്റെപ്പിൽ മാത്രമേ പോണു. കാരണം നബിത്തങ്ങ അതില് പത്തിറ. അപ്പൊ എന്ത് വിഷയ നബിത്തങ്ങ ആക്കി അത് തീറ ചൊല്ല ഒരു നിയമ. ഇസ്ലാമിയുടെ ഉസൂലുൽ ഫിഖ് ഉസൂലുൽ ദീൻ തത്വശാസ്ത്ര കുറിച്ചുള്ള ഒരു മനുഷ്യ കൊണ്ടുള്ളതാവില്ല. തൊട്ടേക്ക് പിടിച്ചേക്ക് അടിച്ചനാക്കിയിട്ട് നബിത്തങ്ങളെ പെത്തനാളിന്റെ നബിത്തങ്ങ സന്തോഷപ്പെട്ടാണ്ട് കേൾക്കുമ്പോ നബിത്തങ്ങ ഫ്ലൈറ്റിൽ പറ്റിരാ. അപ്പൊ നീ ഫ്ലൈറ്റിൽ പോത്തിരാ. നീ ഒന്നാ കടലിൽ പോ സൗദിക്ക് ഫ്ലൈറ്റിൽ പത്ത് പറ്റിയോ. നബിത്തങ്ങ ഫ്ലൈറ്റിൽ പറ്റിയിട്ടില്ലേ. മോളിൽ വലിയ വലിയ ഷോപ്പിംഗ് മോളിൽ പോകുമ്പോ നീ സ്റ്റെപ്പിലെ കാർ വെച്ചോണ്ട് പോകണോ. അല്ലാതെ നീ അതെന്താ സ്റ്റാർട്ട് എന്തിനു വേണ്ടേ. എലവനേറ്റർ അങ്ങനത്തെ എല്ലാം സുമാറുണ്ടോ. അതൊക്കെ കാല് വെച്ചിട്ട് പോണ്ടേ. തീരാ നബിത്തങ്ങളുടെ കാലത്ത് അതില്ലേ. അപ്പൊ ഞാൻ ചൊല്ലുകൊണ്ട് വന്നു തൊട്ടേക്ക് പിടിച്ചേക്ക് നബിത്തങ്ങ ആക്കിരാനുള്ള വിഷയ ഇവിടെ മെയിൻ വിഷയ നബിത്തങ്ങ അതിന് വിരോധ ആക്കില്ലെങ്കിലേ ഇസ്ലാമിൽ ഒരു കാര്യ അനുവദനീയ ഇസ്ലാമിൽ ഒരു കാര്യ പെർമിഷബിൾ അനുവദനീയ ആവണമെങ്കിൽ നബിത്തങ്ങ അതിനെ പ്രോഹിബിറ്റ് ആക്കില്ലെങ്കിലേ നബിത്തങ്ങ വിരോധിച്ചില്ലെങ്കിലേ ആ നബിത്തങ്ങ അത് തീരാണ്ട് തന്നോളൂ. സ്വഹാബിന് അത് തീരാണ്ട് തന്നൊരാൾ പിന്നെ ആക്കോ തീരാ നാക്കി കിട്ടാ. റബീഉൽ അവ്വൽ 12 സന്തോലിക്കൊരു തീറ മൗലിദോട് തീറ നബിത്തങ്ങ ചൊന്നറ ഒരു ഹദീസ് പോകുമ്പോ ഞാൻ ഇപ്പൊ നിൽക്കൊണ്ടില്ല. നിങ്ങൾ കൂട്ടത്തിൽ ധൈര്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പക്കത്തിൽ പലക്കെ കേട്ടിടാൻ ധൈര്യം ഉണ്ടെങ്കിൽ ആൺമക്കൾ ഞാൻ ഹാർട്ട്ലി വെൽക്കം വെൽക്കം വെൽക്കം. ഹദീസ് പറഞ്ഞു നബിത്തങ്ങനെ പെട്ട നാൾ രണ്ട് മൗലിദോട് തീറ സന്തോഷപ്പെടുക തീറ ഒരു ഹദീസ് തീറ. ഇന്ന കിതാബിൽ ഈ ഹദീസ് ഉണ്ടോ. ഈ ഹദീസിന് അർത്ഥം ഇങ്ങനെ ആയിട്ട് ഇന്ന ഇമാമ ചൊന്നറോ ആണ് പോകണമെങ്കിൽ ആൺമക്കൾ നിങ്ങൾ പറഞ്ഞു. തത്വശാസ്ത്രം പഠിക്കണം ഫസ്റ്റ്. ഇത് കൊറിയ ബാലക്കാരങ്ങ ബാലക്കാരൻ കണ്ടിട്ടുണ്ട്. കൊറിയ ബാലക്കാരങ്ങ ഇവർ കൊറിയ ബാലക്കാരങ്ങളൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിടാറ്. ഉസ്താദെ ഈ പ്രശ്നം ആൾക്കാർ പറഞ്ഞോ. ഞാൻ എത്ര ബാലക്കാരങ്ങ ഉത്തരാക്കത്തില്ല ഒന്നു രണ്ടുണ്ടായെങ്കാവും. ഒരു വായിസ് മെസ്സേജ് ഏതാ ഒരു പൊട്ട എന്തമാ ഒന്ന് ചൊന്നുമുട്ട അതിന് മറ്റു കളിച്ചിട്ട് ഉസ്ത ഇതിന് ആൻസർ തരും. എത്ര മെസ്സേജ് ഞാൻ ഇതിന് ആൻസർ വെച്ചുകൊണ്ട് കൊടുത്തെങ്കിൽ ജാവ് വാങ്ങു വയ്ക്കാനെ ഫോൺ വേണം മുത്താലിന് ഓതി കൊടുക്കു വയ്ക്കാനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് ചൊല്ലേ
നിങ്ങൾ കുറെ ആൾമാർക്ക് ആദത്തും എന്തിനെ ഗ്രൂപ്പ് ആക്കണേ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ എല്ലാം ഉള്ളാറ ആര് എല്ലാം ഉണ്ട് നിങ്ങൾ തിന്നത്തല്ലേ അങ്ങനെ കുട്ടിങ്ങ എല്ലാം ഉള്ളാറ് ഞാൻ ചൊല്ലട്ട ആ ഗ്രൂപ്പ് വേണ്ടാണ്ടായിട്ട് നല്ല അഭിപ്രായം കാരണം ഒരു മുക്കാലായിപ്പോയെങ്കിൽ അവന്റെ മനസ്സിൽ വിദേശിച്ചുണ്ടത് കൂടിപ്പോയെങ്കിൽ എത്ര ഉപദേശങ്ങളോ മടങ്ങി വണ്ടില്ലാണ്ട് മുഹമ്മദ് മുസ്തഫ. അതേ ടൈമിൽ അവിടെ ഇബ്ലീസ് ഉണ്ടാക്കണമെന്നുണ്ട് നിന്റെ ഉപദ്രാക്കട്ടെ ഇബ്ലീസ് അവിടെ ഉള്ളല്ലേ. അപ്പൊ അതുകൊണ്ടോ നിക്കാറ് മെസ്സേജ് ആക്കിയെങ്കിലും ജസ്റ്റ് നീ ഒരു റിപ്ലൈ കൊടു നാന് പഠിപ്പില്ലാത്തവൻ അതൊക്കെ നമുക്ക് ആർക്കും ഫിഗർ വേണ്ട ഉറപ്പല്ലേ നമുക്ക് മഹാന്മാരെ പോലെ പഠിപ്പില്ല ഗ്യാരണ്ടി അല്ലേ നമുക്ക് പഠിപ്പില്ല നീ കേക്ക്. അപ്പൊ ഞാൻ ചൊല്ലോണ്ട് വന്നു അത് റിപ്ലൈ കൊടുത്തു എങ്ങനെ കൊടുക്കും. അപ്പൊ ഉസ്താദ് എവിടെയെങ്കിലും ബിസി ഉണ്ടെങ്കിൽ റിപ്ലൈ കൊടുത്തില്ല. പിന്നെ ഈ ഓണുക്ക് ഭാരി സംശയമില്ല എന്റെ ഉസ്താദ് റിപ്ലൈ തന്നില്ല. അപ്പൊ ഉസ്താദിന് ഉത്തരയില്ല മനസ്സിലായിട്ടാ. ഞാൻ ചൊല്ലട്ടെ അതുകൊണ്ട് ഞാൻ ചൊല്ലേ നിങ്ങൾ ഏത് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ആക്കറോ ആ രൂപത്തിൽ നിങ്ങൾ പോയെങ്കിൽ തെരുവത്തി പോവോ ആകട്ടെ. അതെ എന്തിനാക്കിറ ഉമറിനാക്കിറ സ്ഥിതികളിലാക്കിറ ഞാൻ ചൊല്ലേ ഇതെല്ലാവരും പഠിപ്പിക്കറോ പാലക്കാട് തന്നെ പഠിച്ചിരിക്കറോ. ഇസ്ലാമിയുടെ ഒരു നിയമം നലിപ്പാട്ടിയുണ്ട് പറഞ്ഞ ഒലിമ്പറ അദ്ദാക്കല്ല ഒലിമ്പറ മണിപ്പാട്ടാണ് ഉസ്താദ് ഒലിമ്പറ മണിപ്പാട്ടായിട്ട് നലിപ്പാട്ടിയുണ്ട് പറഞ്ഞേ ഞാൻ ചൊന്നോണ്ട് വന്നോ. ഇസ്ലാമിയുടെ ഒരു നിയമം എന്തൊരു നിയമം എന്താ ഇസ്ലാമിൽ ഒരു കാര്യ പെർമിസബിൾ അനുവദനീയ ആവണമെങ്കിൽ നബി തങ്ങ ആക്കണോട്ടില്ല. നബി തങ്ങ വിരോധിച്ചില്ലെങ്കിൽ വയ്യാവും അത് ആക്കൊക്കെ തീരാ. നബി തങ്ങ ചെന്നെങ്കിൽ പിന്നെ തീരാ അത് ആക്കൊക്കെ തീരാ ചെന്നിട്ട് പിന്നെ തീരാ. കേക്കട്ടാ റബീഉൽ തിങ്കളില് 12 നബി തങ്ങളെ തിങ്കളാവട്ടെ ബാക്കി നാളാവട്ടെ മൗലൂദ് ഓതുക തീരാതുന്നുണ്ടോ. നബി തങ്ങ ചൊന്ന ഒരു ഹദീസ് ഉമ്മ പെറ്റ ആന കിടാറുണ്ടെങ്കിൽ ഞാനുണ്ട് അതാ സംസാരിക്കുവാനാക്കിയിട്ടുള്ള ഒരു ഹദീസ് തോന്നെങ്കിൽ നാലത്തെ പിന്നെ നൗഫൽ സഖാഫിക്കണക്ക് സ്റ്റേജിൽ ഊർജികവത്തില്ല ഇപ്പാട്ടെ പ്രശ്നമില്ല. ഒരു ഹദീസ് അറ്റ്ലീസ്റ്റ് ഒരു ഹദീസ് സ്വഹീഹായ ഒരു ഹദീസ് നബി തങ്ങളുടെ പേരിൽ മൗലൂദ് ഓതുക തീരാ ചലഞ്ച് ബൈ ചലഞ്ച് അങ്ങനെ ഉണ്ടായി ഞങ്ങൾ മൗലൂദ് ഓതുക ഇപ്പാട്ട ഇല്ല ആള് മക്കൾ തീരാകും പറഞ്ഞു. അതേ ടൈമില് എല്ലാ ആൾമാരും നബി തങ്ങളെ മൗലൂദ് ഓതകെ തൊന്നറോ. അപ്പൊ നിങ്ങൾ കേൾക്കും അവസ്ഥാതെ മൗലൂദ് ഓതുക തീരാണ്ടില്ല സമ ഓതോണ്ടുണ്ടാ ഉള്ളൂ ಅದರ ಪಟಾಕಿದ ಮಾಲೆಗೆ ನಾನಿಪ್ಪ ಜೀವಿಸಿಕೊಟ್ಟಿಲ್ಲ ಅದು പടപടാണ്ട് കൊട്ടിയോട്ടുകൊണ്ടോ കേക്ക് നീന് ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങ പെറ്റ നാലിന് സന്തോഷപ്പെട്ടാട്ടല്ലേ ക്വസ്റ്റന് ആൻസർ പിടിക്കുക. ഹിജ്റ ഒലിമ്പ് നോക്കി പോണൊന്നൊരു വഫാത്തായോ ലോക കണ്ട വലിയ ആലിമായിട്ടുള്ള ഇമാമായിട്ടുള്ള ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാദീനിൽ ഫതാവ ചൊല്ലുന്ന കിതാബുൽ എൽബിരിച്ചൊരു റബീഉൽ അവ്വൽ 12 നബി തങ്ങ ഒരു മൃഗത്തെ അർത്ഥത്ത് അത് അക്കീക്ക അർത്ഥം ചൊല്ലകാവില്ല. നബി തങ്ങനെ അക്കീക്ക നബി തങ്ങ അർത്ഥത്തിന് ചൊല്ലകാവില്ല. കാരണം നബി തങ്ങനെ അക്കീക്ക അത്ര 3 ബാക്കി നിങ്ങൾ അർത്ഥം കൊടുക്കാറ്. അപ്പൊ പിന്നെ ഒരു റബീഉൽ അവ്വൽ 12 വന്നപ്പോ നബി തങ്ങ ഈ മൃഗത്തെ അർത്ഥം കൊടുക്കോ. കാരണം എന്തോ പെട്ടതിര പേരിൽ നബി തങ്ങ ഒരു സന്തോഷപ്പെട്ടു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാദീനിൽ ഫതാവാകളുടെ കിതാബിലുണ്ട്. നാല് ചൊല്ലുവായിട്ടിന്റെ കാരണം സുയൂത്തി ഇമാം ചൊല്ലു കിതാബുൽ വസായിൽ ഫീ ശർഇ ശമായിൽ അൽ വസായിൽ ഫീ ശർഇ ശമായിൽ ചൊല്ലുന്ന കിതാബിൽ ചൊല്ലു മാ മിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഏതൊരു അക ആവട്ടെ ഒരു പള്ളിയാവട്ടെ ഒരു ജാഗ ആവട്ടെ മൗലിദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഔത്തുലും പള്ളിലും ജാഗത്തിലും നബി തങ്ങളെ മൗലിദ് ഓതിറാ ഇല്ലാ ഹബ്ബത്തിൽ മലായികത്തു ബി അഹ്ലി ദാലിക്കൽ മകാൻ. ആ ജാഗത്തെ ആൽമാരെ മലക്കിനെ വന്നിട്ട് പൊതിര് കൊത്തില് മലക്കിനെ വന്നിട്ട് പൊതിര് വഅമ്മഹുല്ലാഹു ബിർറഹ്മ അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് ചൊരിച്ചു കൊടുക്കടാ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ചൊല്ലു നാ ചൊന്നോണ്ട് വന്ന സുയൂത്തി ഇമാമടെ കാണ്ടി വലിയ പഠിപ്പ് ഇങ്ങ കൊണ്ടു ചെന്നെങ്കിൽ നമ്പക്ക് തീരുവാ മുസ്ലിം ബാലക്കാറാ. അത്
അത് ഒരു എഡ്യൂക്കേറ്റഡ് അല്ല, വലിയ സയന്റിസ്റ്റ് അവിടെ ബുദ്ധി വേണമെന്നില്ല. ചെറിയ ചോറ് നിന്ന ബുദ്ധി കൊണ്ടെന്ന് വിചാരിച്ചെങ്കിൽ മെയ്യാവൂല്ലേ. ഇങ്ങനെ കാട്ടി വലിയ പഠിപ്പ് സുജൂത്തി ഇമാമ് കൊണ്ടു ചൊല്ലതിന് സംശയമില്ലല്ലേ. നാ ചൊന്നോട്ട് വന്നോ നബി തങ്ങളെ മൗലിദ് തങ്ങളെ ഔത്തുല് നടക്കണോ. അത് സിദ്ദീഖ് കാട്ടി തന്നത്, മഹാന്മാരെ കാട്ടി തന്നത്. അതുകൊണ്ടിട്ടല്ലേ മുന്നോല് കല്ഞ്ഞുപോയ മഹാന്മാരുടെ മൗലിദ് കേട്ടെങ്കിലാ ഇരുപ്പൽ ചൊല്ല രാഷ്ട്ര ആഡളിത ആക്കിയ ഒരു ചക്രവർത്തിയുണ്ട്. ആ ചക്രവർത്തിയുടെ പേരായിട്ടിട്ട് മലിക്കുൽ മുളഫർ. ആ മലിക്കുൽ മുളഫറിന്റെ രാജാവിടെ കൊട്ടാരത്തെ ഉള്ളുക. സുബ്ഹാനല്ലാഹ്, അന്നത്തെ എല്ലാ ആലിമീയും അവിടെ വന്നിട്ട് വലിയ മൗലിദ് നടന്നുകൊണ്ടിട്ട്. ഈ മൗലിദ് നടന്നുകൊണ്ടിട്ട് ആര് ചൊന്നറോ ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായത്തുടെ കിതാബിൽ ചൊന്നൊരു എന്തിനകത്തുണ്ട് ആ മൗലിദ്. ആ മൗലിദ് ആക്കിക്കൊണ്ടിരുന്ന പുറ്റത്തര, ആടത്തര, കോലിയത്തര മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ. ഇരുബൽ ഭരിച്ചവരാണ് വന്ദർനിഷ്ഠനാ. മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം പൊരിക്കുന്നതാണ് കോഴിയും 10,000 കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായു മുണ്ടോരോ തര. അയാളുടെ കൊട്ടാരത്തെ ഉൾഗ മൗലിദ് നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് 5000 ആട്. ഞങ്ങളെ വീട്ടിൽ ഒരു ആടര 2 കിലോ, ഒരാടര ഇടി, ഒരാടര 2 കിലോ വന്നിട്ട് ഉസ്താദ്മാരെ വെച്ചിട്ട് മൗലിദ്. ഇത് സുബ്ഹാനല്ലാഹ് 5000 ആട്. ഞങ്ങൾ അത്തരത്തിൽ ഇറങ്ങ അങ്ങനെ ആക്കിടാ. അയാള് വലിയ ചക്രവർത്തിയല്ലേ. അന്നത്തെ എല്ലാ ഇമാം നിങ്ങൾ അയാളുടെ കൊട്ടാരത്തിൽ ചേർന്നാറ്. 5 അങ്ങുപേനായിട്ട് അർക്കണ ആടത്തരമുണ്ട്. 5000 ആട്. 1 അല്ല 2 അല്ല 5 അല്ല 5000 ആട്. ഞങ്ങൾ അത്തരത്തിൽ ഇറങ്ങ അങ്ങനെ ആക്കിടാ. അയാള് വലിയ ചക്രവർത്തിയല്ലേ. അന്നത്തെ എല്ലാ ഇമാം നിങ്ങൾ അയാളുടെ കൊട്ടാരത്തിൽ ചേർന്നാറ്. 5 അങ്ങുപേനായിട്ട് അർക്കണ ആടത്തരമുണ്ട്. 5000 ആട്. 1 അല്ല 2 അല്ല 5 അല്ല 5000 ആട്. പിന്നെ ആട് തിന്നാത്തകയില്ലേ. ഒരേ ആട് എന്തെങ്കിലും അലർജി അവിടുത്തെ ആട് തിന്നണോണ്ടില്ല. എതിർള്ള വ്യക്തനാർത്ഥിക്ക് ഗ്യാസ്ട്രിക്കായി പോണ്ടു. അങ്ങനത്തെ കുറെ ആൾമാരില്ലേ. അപ്പൊ അങ്ങോട്ട് കോലി വേണമെങ്കിലും കോലി വേണു. കോലിയെ തര ആടര കരി. ഇത് ആടും കോലിയും. ഒരാൾക്ക് ആടും ആവും കോലിയാവും എന്ത് വെച്ചെങ്കും അവിടെ അല്ലേ. പണ്ടൊരാള് ചെറിയ തമാശ പൂങ്ങണ്ടാക്കുന്നു. പണ്ട് പക്കൽ ഇപ്പാട്ടിയ പൂങ്ങണ്ടാക്കിടയ്ക്കോ തെരിയത്. പണ്ടൊരാള് ഡോക്ടർ മുട്ട പോയി ഉഷാറിലുണ്ട്. അപ്പൊ ഡോക്ടർ ചെന്ന ജാവ് നീങ്ങ പിന്നെ 2 ചപ്പാത്തി മാത്രം തിന്നു. അപ്പൊ ഓൺ കേൾക്കണ ചോറുണ്ട 3 മാറ്റി. ചോറുന്ന പിന്നെ 2 ചപ്പാത്തിയ, ചോറുന്ന 2 ചപ്പാത്തിയ. ഓനക്കത് എന്താക്കുവായില്ല, ഓനക്കത് അർത്ഥാക്കുകയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ആൾ മാറുള്ളവര്. അപ്പൊ ആട് വേണമെങ്കിൽ ആട്, കോഴി വേണേ കോഴി എത്ര പൊരിക്കുന്നതാണ്. കോഴിയും 10,000, 10,000 കോഴി ഫ്രൈ പൊരിക്കലേ. ആടര കരിതാര 10,000 കോഴിയുടെ ഫ്രൈ താര. ഇതെല്ലാം ആയ പിന്നെ നിങ്ങൾ ഈ കുദ്രോ വിഭാഗത്തുണ്ടാകുന്നില്ല, മങ്ങൽ സൗത്തിലെല്ലാം കണ്ടില്ലേ. എല്ലാ ഇതിനെ 10 ഒരു ആൽമങ്ങ വെച്ചിട്ട് മാത്രം നിൽക്കുള്ളൂ അല്ലേ. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ട്. ഓരോ തരം 1,30,000 പ്ലേറ്റില് ഹൽവങ്ങ. 1,30,000 പ്ലേറ്റ് അത്തരല് ഹൽവ ഉണ്ടു. അത്തരം വലിയ മൗലിദ്. ആ മൗലിദ് നടക്കുമ്പോ എത്രമായി ഇമാമീങ്ങ സദസ്സിൽ പോയി തിന്നാല് ഒരാളും ഈ മൗലിദ് തീരാണ്ട് ചൊന്നില്ല. ഇന്നത്തെ കൊറിയാന്മാര് പഠിപ്പില്ലേണ്ടത് ചൊന്നോട്ടുള്ളാറ്. നിങ്ങൾ അതിനെ തെരവൊരു പോകണ്ട. ഇത് നിങ്ങൾ നോക്കൂ. ഇത് ഏത് ഞങ്ങളെ ഇന്ത്യത്തതല്ല ഡയറി. ഇത് ഇന്ത്യത്തെ കർണാടക കേരളത്തെ ഡയറിയല്ല. കലിഞ്ഞ കുറി ഞാനതാ UAE റബീഉൽ അവ്വൽ സ്പീച്ച് വേനായിട്ട് UAE പോയപ്പ UAE ക്യാപിറ്റൽ സിറ്റിയായ അബുദാബിയിൽ അവിടെ ഞാൻ ഒരാളെ ഔത്ത് ഉണ്ണക്ക് പോയ ടൈമുള്ളൂ. ആ ഉണ്ണക്ക് പോയപ്പോ അയാളുടെ ഔത്തില് ഇത് എന്ത് ഞാൻ നോക്കിയിട്ട് എടുത്തിട്ട് അയാളെ കേട്ട അയാൾ അവിടുത്തെ മുത്തവ ആയിട്ടുണ്ട്. ഇപ്പ അവിടുത്തെ പള്ളിയിൽ ഉസ്താദായിട്ടുണ്ട്. ഞങ്ങളുടെ പുത്തൂർ ഭാഗത്തുള്ള ഒരാള്. അല്ലാഹു അയാൾക്ക് ബറക്കത്ത് കൊടുക്കട്ടെ. ോട്ട് വന്നോ അയാളുടെ ഔത്തിൽ പോയപ്പോ ഞാനിത് എടുത്തോണ്ട് ഞാൻ കേട്ട ഇതെന്തിനാ ഉസ്താദേ. അയാൾ ചൊന്തു 2000 ഒലിമ്പനെ ഇസരി. ഇത്തര 2000 ഓറഞ്ച് തീർന്നല്ലേ. 2000 പോണാണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ ആക്കോ എല്ലാവരും കാത്തോല്ലാറ്.
അതിന്റെ വിഷയം അതല്ലാത്തതൊന്നും ഞാനിപ്പോ അത് പോണ്ടില്ല. 2000 ഒലിമ്പോ ഇത് പോരെ, ഇത് ഏത് കിതാബിലുണ്ടോ? അന്നഹമത്തുൽ കുബ്ര അലൽ ആലം ഇബ്നു ഹജർ റളിയല്ലാഹുവിന്റെ കിതാബിന്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഞാൻ എന്റെ പ്രസംഗത്തെ ലാസ്റ്റിൽ വന്നുകൊണ്ടുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ പ്രൈം മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ്. ನಾನು ಪಾಲಕರಲ್ಲ ಏಕ ವಿಷಯಕ್ಕೂ ಏಕಮಾತ್ರ ಪಚ್ಚಿಸಲು ಕೂಡ ದೊಡ್ಡ ಕೂಡ ಅಲ್ಲ. ಆ ಉಮರುಲ್ ಫಾರೂಕ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು മൻ അള്ളമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി തങ്ങളെ മൗലിദിനെ ബഹുമാനിച്ചെങ്കിൽ ഇന്നത്തെ പറയാൽമാര് നബി തങ്ങളെ മൗലിദിനെ ഇഷ്ടത്താക്കിക്കൊണ്ടുള്ള അത് നിങ്ങൾ നോക്കണ്ട. നബി തങ്ങളെ മൗലിദിനെ ഒരാൾ റെസ്പെക്ട് ചെയ്തെങ്കിൽ ബഹുമാനിച്ചെങ്കിൽ അഹയൽ ഇസ്ലാം, അവന് ഇസ്ലാമിനെ ജീവിപ്പിച്ച ഒണങ്ങു സമാന. ഇന്ന് പറയാന്മാരെന്തുണ്ട്, ഇതാ എവിടെ നോക്കിയെങ്കിലും ശിർക്ക്, എവിടെ നോക്കിയെങ്കിലും അനാചാര. എന്റെ നടുത്ത പള്ളിയുടെ മൗലൂദ് നടന്നുകൊണ്ടുള്ളൂ, ബദരിയ പള്ളിയുടെ മൗലൂദ് നടന്നുകൊണ്ടുള്ളൂ. ഏത് പള്ളിയിലും മൗലൂദ്. അപ്പൊ എല്ലാവരും നരകത്തിന് പോയോണ്ടുള്ളൂ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല ചൊന്നു. ഒരാൾ മൗലൂദിനെ ബഹുമാനിച്ചെങ്കിൽ അവൻ ഇസ്ലാമുക്ക് ഭീമ കൊടുത്ത പോലെ ഇസ്ലാം ചാവില്ല, ഇസ്ലാം മരിക്കില്ല, ഇസ്ലാമുക്ക് ഭീമ കൊടുത്ത പോലെ. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മൗലൂദ് ഓതുന്നുണ്ട് ചൊന്നു. ഇനി മൂന്നാമത്തത് ആരെങ്കിലും കുളിയാണ്. മൂന്നാമത്തത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊന്നു. മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി തങ്ങളെ മൗലിദ് ഓതുന്നതിനായിട്ട് ഒരു ദിർഹം ഒരാൾ ചെലവാക്കിയെങ്കിൽ ജിന്നിനീക്ക് കുടുങ്ങിയിട്ടുണ്ട് ഇല്ലേ? അല്ല പറയാം, അത് 6ാം ആസൂത്രം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ്, ആ മൗലിദ് പേരായിട്ട് ഒരു ദിർഹം മുപ്പാടച്ചെന്ന പോലെ 100 രൂപ ഒരാൾ ചെലവാക്കിയാണ്. പാലക്കാട് ബദർ യുദ്ധത്തിൽ ഷഹീദാവുക നമുക്ക് ചാൻസ് കിട്ടിയിട്ടില്ല, ഉഹുദ് യുദ്ധത്തിൽ ഷഹീദാവുക ചാൻസ് കിട്ടിയിട്ടില്ല. അത്ര കൂലി വേണ ഒരാൾ നബി തങ്ങളെ മൗലിദ് പേരായിട്ട് ഒരു ദിർഹം ഒരു 100 രൂപ വരിക്കും. ഇന്നത്തെ ദിർഹം എവിടെ? ദുബൈയിലല്ലേ, UAE-യിലല്ലേ ദിർഹമോ? അപ്പൊ ആ രൂപത്തിൽ ഒരു ദിർഹം ഒരാൾ ചെലവാക്കിയെങ്കിൽ അവനത് ബദർ യുദ്ധത്തില് അതുപോലെ ഉഹദ് യുദ്ധത്തില് ഷഹീദായ കൂലി കിട്ടി. മൗലിദ് ഓതുന്നത് തീരാട്ടല്ല. അങ്ങനെ മൗലിദ് ഓതുമ്പോ ഒരു ദിർഹം ചെലവാക്കിയെങ്കിൽ ആ ചെലവാക്കിയത് കൊണ്ടിട്ടു ബദർ യുദ്ധത്തിന് ഷഹീദായ കൂലി കിട്ടി. ആ